ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫ്രണ്ട് മിനിയാണ് എനിക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞങ്ങൾ അമൃതയിൽ ഒരുപാട് നാൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ നമ്മളുടെ ഇവിടത്തെയും തമിഴ്നാട്ടിലെയൊക്കെ ഹോട്ടലുകളിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലെ ഒരു പ്രധാന ഐറ്റമാണ്. എൻ്റെ ഹസ്ബൻഡിന് വളരെ പ്രിയപ്പെട്ടതും കൂടിയാണ് പൊങ്കൽ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിന്ന് ഞങ്ങളുടെ ഭാഗവത സപ്താഹം, ഞാൻ അടുത്തുള്ള അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, ഭാഗവത സപ്താഹം കേൾക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട് പോകാം. അപ്പോൾ നിങ്ങളെ അത് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പൊങ്കൽ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് ദുവ റൈസ്, അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പ്, ഇതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളകാണ്, അതൊന്ന് ചെറുതായിട്ട് ചതച്ച എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി. ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മളുടെ അരിയും ചെറുപയർ പരിപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. നെയ്യെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് നെയ്യിപ്പോൾ ഒഴിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ അരി ഇട്ടു. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം നമുക്ക് അരിയും പരിപ്പും കൂടി ഉണ്ട്. ഇനിയും ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഇനി ചേർക്കുന്നത് നെയ്യാണ്. ഒരു 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. സ്റ്റൗ ഓൺ ചെയ്തു. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 2 വിസിലാണ് ഞാൻ വരുത്തിയത്. എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 2-2.5 സ്പൂൺ നെയ്യോളം ഇനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കാഷ്യൂനട്ട് പതുക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ജീരകം, കുരുമുളക്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, കുറച്ച് കായവും കൂടി ചേർത്ത് ഒന്ന് വഴറ്റണം. എന്നിട്ട് നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസും പരിപ്പും ഉണ്ടല്ലോ, ഇതും രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. രാവിലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-2.5 സ്പൂൺ ആയാലും കുഴപ്പമില്ല. നെയ്യ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ടു. ഇളക്കി കൊടുക്കും. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഈ സമയത്ത് ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് കുരുമുളക്, ജീരകം, പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിരുന്നത്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം ഈ നെയ്യിലൊന്ന് വഴറ്റണം. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ദുവാ റൈസും ചെറുപയർ പരിപ്പും കൂടി വേവിച്ചു വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്പം കായത്തിന്റെ പൊടി കൂടി ചേർക്കും. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മുടെ പൊങ്കൽ റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നത് സാമ്പാറും ചട്നിയാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു. ഞാൻ ഉണ്ടാക്കിയ പൊങ്കൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.